Today we are discussing about the factors influencing exchange rate. Continuation ആണ്. So in the before class we have discussed about relative inflation rate. Today relative interest rate. അപ്പം ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയുമ്പം റിലേറ്റീവ് ആണ് നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നത്. സോ വി ഹാവ് ടു കൺട്രീസ് കറൻസി, ഫോറിൻ കറൻസീസ്. ഇപ്പം രണ്ട് കൺട്രീൻ്റെ കറൻസി നമ്മൾ എടുക്കുകയാണെങ്കിൽ ഇപ്പം ഫോർ എക്സാമ്പിൾ US$ ആൻഡ് ഇന്ത്യൻ റുപ്പീസ്, അത് രണ്ടും എടുക്കുകയാണ്. അപ്പം അതിൽ US$ ഇൻട്രസ്റ്റ് റേറ്റ് റൈസ് ചെയ്യുകയാണ്, ഇന്ത്യൻ ഇൻട്രസ്റ്റ് റേറ്റ് കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കുകയാണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ US ഇൻവെസ്റ്റേഴ്സ് വിൽ ലൈക്ലി ടു റെഡ്യൂസ് ദ ഡിമാൻഡ് ഫോർ ഇന്ത്യൻ റുപ്പീസ് ആൻഡ് ദേ വിൽ constantly started investing in US$. ഡിമാൻഡ് പ്രൈസ് എക്സ്ചേഞ്ച് റേറ്റ് കൂടുതലുള്ളതിലാണ് എല്ലാവരും ഇൻവെസ്റ്റ് ചെയ്യുക. സോ അവിടെ എന്താണ്, ഇന്ത്യൻ റുപ്പീൻ്റെ ഡിമാൻഡ് എന്ത് ചെയ്തു, കുറഞ്ഞു. പക്ഷേ ഇന്ത്യൻ റുപ്പീൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് എന്ത് ഡിക്രീസ് ചെയ്തിട്ടില്ല, അത് കോൺസ്റ്റൻ്റ് ആക്കി നിൽക്കുക തന്നെയാണ് ചെയ്തത്. പക്ഷേ വേറെ ഒരു കറൻസിയുടെ വാല്യൂ ഇൻക്രീസ് ചെയ്തപ്പം ഓട്ടോമാറ്റിക്കലി അതിന് ഡിമാൻഡ് കൂടി. അപ്പം നമ്മുടെ ഒരു ഡിപ്പെൻഡൻറ്റ് കറൻസിയുടെ ഡിമാൻഡ് കുറഞ്ഞു. അതാണ് റിലേറ്റീവ് ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയുന്നത്. രണ്ട് കറൻസി ഉണ്ട്, അതിൽ ഒരു കറൻസിയിൽ എന്തെങ്കിലും മാറ്റം വരുമ്പം ഈവൻ ദോ ദ അതർ കറൻസി ഈസ് നോട്ട് ഫ്ലക്ച്വേറ്റിംഗ്, അതിൽ ഡിമാൻഡിൽ ഡിഫറൻസ് വരാൻ സാധ്യതയുണ്ട്. ഓക്കെ, അതാണ് റിലേറ്റീവ് ഇൻട്രസ്റ്റ് റേറ്റ്. അപ്പം അതിൻ്റെ ഗ്രാഫ് നോക്കുക. ഗ്രാഫ് ഇതാണ്. അപ്പോൾ ഈ ഗ്രാഫിൽ എന്താ പറഞ്ഞിരിക്കുന്നത്, നമുക്ക് ഡിമാൻഡ് കർവും ഉണ്ട്, സപ്ലൈ കർവും ഉണ്ട്. അപ്പം ആദ്യം നമ്മുടെ ഡി ആൻഡ് എസ് നോക്കാം. ഡി ആൻഡ് എസ് എന്ന് പറയുന്നത് നമ്മുടെ ഡിമാൻഡ് ആൻഡ് സപ്ലൈ ഗ്രാഫ് ആയിരുന്നു. അത് നമ്മുടെ ഇക്വിലിബ്രിയം പോയിന്റ് എന്തായിരുന്നു, പി ആയിരുന്നു അല്ലേ. അപ്പം നമ്മൾ US$ ഇന്ത്യൻ റുപ്പീസിലാണ് നമ്മൾ ഡിനോമിനേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം US$ എക്സ്ചേഞ്ച് റേറ്റ് കൂടി, അപ്പം ഇന്ത്യൻ റുപ്പീസിൻ്റെ ഡിമാൻഡ് ഇൻ US$ എന്തായും ഡിക്രീസ് ചെയ്യും. സോ അതുകൊണ്ട് തന്നെ നമ്മുടെ D1ഉം S1ഉം നോക്കുക, കുറയുവാണ് ചെയ്തത്. ഇക്വിലിബ്രിയം P1 അത് കുറഞ്ഞു, ഓട്ടോമാറ്റിക്കലി ഡിമാൻഡ് ആൻഡ് സപ്ലൈ കുറഞ്ഞു. അപ്പോൾ അതാണ് പറയുന്നത്, ഒരു കറൻസീനെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്ന മറ്റ് കറൻസികളിലെല്ലാം മാറ്റം വരും. ആ കറൻസിയിൽ എന്തെങ്കിലും ഫ്ലക്ച്വേഷൻ വരും, ഇൻക്രീസ് ഓർ ഡിക്രീസ് ഇൻ എനി സെൻസ്. ആ ഒരു ഫ്ലക്ച്വേഷൻ അതിനെ എഫക്റ്റ് ചെയ്യാറുണ്ട് എന്നാണ് പറയുന്നത്. അതാണ് റിലേറ്റീവ് ഇൻട്രസ്റ്റ് റേറ്റ്. അതിൽ ഡ്യൂ ടു ദ ഡൗൺവേർഡ് ഷിഫ്റ്റ് ഇൻ ദ ഡിമാൻഡ് ഫോർ റുപ്പീസ് ആൻഡ് അപ്വേർഡ് ഷിഫ്റ്റ് ഇൻ ദ സപ്ലൈ ഓഫ് റുപ്പീസ് ഫോർ സെയിൽ, ദ ഇക്വിലിബ്രിയം എക്സ്ചേഞ്ച് റേറ്റ് വിൽ ഇൻക്രീസ്. ഓക്കെ, അപ്പം ഇക്വിലിബ്രിയം എക്സ്ചേഞ്ച് റേറ്റ് എന്താണ്, അവിടെ ഇൻക്രീസ് ചെയ്യാണ് ചെയ്യുന്നത്. ദെൻ ഇക്വിലിബ്രിയം എക്സ്ചേഞ്ച് റേറ്റ് വിൽ ഫോൾ. എന്താണ് അവിടെ, അതെപ്പോഴാണ് ഇക്വിലിബ്രിയം എക്സ്ചേഞ്ച് റേറ്റ് ഫോൾ ചെയ്യുന്നത്, ഇത് ഈ ഒരു കറൻസിയിൽ മാറ്റം വരുമ്പം അതിൻ്റെ അപ്പാരൻ്റ്ലി അതിൻ്റെ റിസൾട്ട് എവിടെ വരും, മറ്റ് കറൻസിയിൽ വരും. അപ്പോഴാണ് എന്താണ്, ആ ഒരു മാറ്റത്തിൽ ഡിമാൻഡ് മാറുന്നതനുസരിച്ച് തന്നെ സപ്ലൈ മാറുമെന്ന് നമുക്കറിയാം അല്ലേ. അപ്പോൾ ആ ഒരു മാറ്റം എവിഡൻ്റ് ആയിരിക്കും, ഇക്വിലിബ്രിയത്തിലും മാറ്റം വരാൻ സാധ്യതയുണ്ട്. ആൻഡ് എക്സ്ചേഞ്ച് റേറ്റ് ബിറ്റ്വീൻ കറൻസീസ് ഓഫ് ടു കൺട്രീസ് ക്യാൻ ബി എഫക്റ്റഡ് ബൈ ചേഞ്ച് ഇൻ എ തേർഡ് കൺട്രീസ് ഇൻട്രസ്റ്റ് റേറ്റ്. അതാണ് എന്ത്, റിലേറ്റീവ് ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, രണ്ട് കൺട്രിയുടെ കറൻസികളിൽ മാറ്റം വരുമ്പോൾ അത് വേറൊരു കൺട്രി, അല്ലെങ്കിൽ ഒരു കൺട്രീൻ്റെ കറൻസിയിൽ മാറ്റം വരുമ്പോൾ അത് വേറൊരു കൺട്രിയിലെ കറൻസിയിൽ മാറ്റം വരുന്നു എന്നുള്ളതാണ് നമ്മൾ റിലേറ്റീവ് എന്ന്. റിലേറ്റീവ് മെഷർ എന്ന് പറഞ്ഞാൽ എന്താണ്, രണ്ടും തമ്മിൽ കമ്പാരിസൺ ആണ്. ഓക്കെ, തേർഡ് വൺ ഈസ് റിലേറ്റീവ് ഇൻകം ലെവൽ. നമ്മൾ റിലേറ്റീവ് ഇൻട്രസ്റ്റ് റേറ്റ് പറഞ്ഞ പോലെ തന്നെയാണ് ഇൻകം ലെവൽ എന്ന് പറയുന്നത്. ഒരു കൺട്രിയുടെ ഇൻകം ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ അവർ ഇമ്പോർട്ട് കൂടും, എക്സ്പോർട്ട് കുറയണമെന്നില്ല, പക്ഷേ ഇമ്പോർട്ട് എന്തായാലും കൂടാൻ സാധ്യതയുണ്ട്, ഇൻവെസ്റ്റ്മെൻറ്റുകൾ കൂടും, അങ്ങനെ ഒരുപാട് മാറ്റങ്ങൾ വരുന്നു. അപ്പം നമ്മൾ ഈ പറയുന്ന പോലെ തന്നെ അതും എന്താണ്, റിലേറ്റീവ് ആണ് പറയുന്നത്. രണ്ടോ മൂന്നോ കൺട്രീൻ്റെ കറൻസികളെ ബാധിക്കുന്ന കാര്യമാണ് നമ്മൾ പറയുന്നത്. അപ്പം ഒരു കൺട്രിയുടെ ഇൻകം വല്ലാതെ കൂടുകയാണെങ്കിൽ മറ്റ് കൺട്രീസിലൊന്നും ചേഞ്ചസ് ഇല്ലെങ്കിൽ, ചേഞ്ച്ഡ് ആയിട്ട് നിൽക്കുകയാണെങ്കിൽ പോലും എന്താണ്, അവരുടെ ആ ഒരു ഫോറിൻ എക്സ്ചേഞ്ച് വാല്യൂവിൽ മാറ്റങ്ങൾ വരുന്നു എന്നാണ് പറയുന്നത്. അപ്പം നമുക്കതിൻ്റെ ഗ്രാഫ് വെച്ചൊന്ന് നോക്കാം. അപ്പോൾ ഗ്രാഫിൽ ഇത് കണ്ടോ, ഗ്രാഫിൽ നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. ഡിമാൻഡ് ആൻഡ് സപ്ലൈ ഗ്രാഫ് ആദ്യം എന്തായിരുന്നു, ആദ്യത്തെ ഗ്രാഫ് നോക്കുക, അതിൻ്റെ മേലെ D1 S1 എന്ന് പറയുന്ന ആ ഒരു ഗ്രാഫ്. ഇപ്പോൾ S1 ഇല്ല, സപ്ലൈ മാറിയിട്ടില്ല, ഡിമാൻഡ് മാത്രം ഇൻക്രീസ് ചെയ്യുകയാണ് ചെയ്തത്. അപ്പോൾ ഗ്രാഫ് നിങ്ങൾ നോക്കുമ്പം ഇവിടെ ഇക്വിലിബ്രിയത്തിൽ വന്ന മാറ്റമാണ് നിങ്ങൾ മെയിൻലി ഫോക്കസ് ചെയ്യേണ്ടത്. ഇക്വിലിബ്രിയം റൈസ് ചെയ്തു ആൻഡ് ഡിമാൻഡ് സപ്ലൈ റിമെയിൻസ് ദ സെയിം ബട്ട് ഡിമാൻഡ് ഇൻക്രീസസ് ഫോർ വാല്യൂ ഓഫ് റുപ്പീസ് ഇൻ US$. ഓക്കെ,
ഇക്വിലിബ്രിയം എന്താണ് ചെയ്തത്? ഗ്രാഫിൽ കണ്ടാൽ നമുക്ക് മനസ്സിലായി, ഇക്വിലിബ്രിയം ഇൻക്രീസ് ചെയ്യുകയാണ് ചെയ്തത്. ആൻഡ് റിലേറ്റീവ് ഇൻകം ലെവൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ചേഞ്ചിങ് ഇൻകം ലെവൽ മേ ഓൾസോ എഫക്റ്റ് എക്സ്ചേഞ്ച് റേറ്റ് ഇൻഡയറക്ട്ലി ത്രൂ എഫക്റ്റ് ഓഫ് ഇൻട്രസ്റ്റ് റേറ്റ്. ഇൻകം ലെവലിലുള്ള മാറ്റങ്ങൾ ഏതെങ്കിലും ഒരു കൺട്രിയുടെ, ബന്ധമുള്ള ഒരു കൺട്രിയുടെ ഇൻകത്തിലുള്ള മാറ്റം എന്തിന് മാറ്റം വരുത്തുന്നു? നമ്മുടെ കൺട്രിയുടെയും എക്സ്ചേഞ്ച് റേറ്റിന് മാറ്റം വരുത്തുന്നു എന്നാണ് പറയുന്നത്. So next factor is government control and government policies and control measures taken by the government. അപ്പോൾ അവർ പല പോളിസീസ് ഒക്കെ എടുക്കാറുണ്ടല്ലേ. നമുക്കറിയാം ഫോറിൻ എക്സ്ചേഞ്ച് മാർക്കറ്റിനെ എഫക്റ്റ് ചെയ്യുന്നതാണ്. നമ്മൾ സർട്ടൻ ട്രേഡ് ബാരിയേഴ്സിനെ കുറിച്ചൊക്കെ പഠിച്ചിട്ടുണ്ട് അല്ലേ. എക്സ്ചേഞ്ച് ബാരിയേഴ്സ്, ദെൻ ട്രേഡ് ബാരിയേഴ്സ്, പിന്നെ അതുപോലെ തന്നെ കോട്ട, കുറേ കാര്യങ്ങൾ ഇൻ്റർവീനിങ് ആയിട്ടുള്ള കുറേ റെസ്ട്രിക്ഷൻസ് വെക്കാം, ഗവൺമെൻറ്റിന് വെക്കാം. അതേപോലെ തന്നെ ഈ ഒരു ഇമ്പോർട്ട് കോട്ട, ബാരിയേഴ്സ്, അങ്ങനത്തെ ലൈസൻസിങ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എന്തും ചെയ്യാം, ഇവർക്ക് ലിബറലൈസും ചെയ്യാം. അപ്പോൾ ഒരു കൺട്രിയുടെ ഗവൺമെൻറ്റിൻ്റെ പോളിസീനെ അനുസരിച്ചിരിക്കും അവിടുത്തെ ഫോറിൻ എക്സ്ചേഞ്ച് ട്രാൻസാക്ഷൻ ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ ഫോറിൻ എക്സ്ചേഞ്ച് മാർക്കറ്റിന് മാക്രോ വേരിയബിൾ, ഇൻഫ്ലേഷൻ, ഇൻട്രസ്റ്റ് റേറ്റ്, ഇൻകം ലെവൽസ്. ഇപ്പം ഗവൺമെൻറ് മനഃപൂർവ്വം ചെയ്യുന്ന കാര്യങ്ങളെ നമ്മൾ പോളിസി ആൻഡ് കൺട്രോൾ എന്നൊക്കെ പറയും. അതേപോലെ തന്നെ ഗവൺമെൻറ്റിന് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ചില എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് കൂടിയാണ്, അതുകൊണ്ട് നമ്മൾ കൺസിഡർ ചെയ്യണം. ഇപ്പോൾ ഇവിടെ എന്താണ് ഇൻഫ്ലേഷൻ വരുന്നത്? ഇറ്റ്സ് നോട്ട് ഫുള്ളി കൺട്രോൾഡ് ബൈ, കനോട്ട് ബി ഫുള്ളി കൺട്രോൾഡ് ബൈ ദ ഗവൺമെൻറ്. ഓക്കെ, അതേപോലെ തന്നെ ഇൻട്രസ്റ്റ് റേറ്റിൽ ഫ്ലക്ച്വേഷൻസ് വരുമ്പം ടു സം എക്സ്റ്റെൻറ്റ് അത് കൺട്രോൾ ചെയ്യാൻ പറ്റും. അതേപോലെ ഇൻകം ലെവലിൽ മാറ്റങ്ങൾ വരുന്നു. അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ എല്ലാ രീതിയിലുള്ള ഫോറിൻ എക്സ്ചേഞ്ചിനെ ബാധിക്കുന്ന പോളിസീസ് ആൻഡ് പ്രൊസീജിയേഴ്സ് ആൻഡ് കൺട്രോൾ മെഷേഴ്സിനെ പറ്റിയിട്ടാണ് ഇവിടെ പറയുന്നത്. അതെന്തിനെ ബാധിക്കും? എന്തായാലും ഫോറിൻ എക്സ്ചേഞ്ചിനെ അത് ബാധിക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിലിവിടെ ഗവൺമെൻറ് ക്യാൻ ആക്റ്റീവ്ലി എൻകറേജ് ഓർ ഡിസ്കറേജ് ഇമ്പോർട്ട്സ് ബൈ ഇമ്പോസിങ് കോട്ടാസ്, ടാരിഫ്സ്, ഡ്യൂട്ടീസ്, ഇമ്പോർട്ട് ലൈസൻസ് എക്സെട്ര. നമ്മൾ ഓൾറെഡി പറഞ്ഞ പോലെ തന്നെ. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ എന്താണ്? ഫോറിൻ എക്സ്ചേഞ്ച് ട്രാൻസാക്ഷൻ വിൽ ബിക്കം മോർ ഡിഫിക്കൾട്ട്. ഫിഫ്ത്ത് ഫാക്ടർ ഈസ് മാർക്കറ്റ് എക്സ്പെക്റ്റേഷൻ. മാർക്കറ്റ് എക്സ്പെക്റ്റേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ മാർക്കറ്റിൻ്റെ ഫാക്ടേഴ്സ് അല്ലേ, മാർക്കറ്റ് ഫാക്ടേഴ്സ് ദാറ്റ് ആർ ഡിമാൻഡ് ആൻഡ് സപ്ലൈ, മെയിൻലി പറയുന്ന ഫാക്ടേഴ്സ് അതാണ്. അപ്പോൾ ആ ഒരു എക്സ്പെക്റ്റേഷൻ ഉണ്ട്. നമ്മളിപ്പോൾ കമ്മിങ് ഇയേഴ്സിൽ, കമ്മിങ് ടൈമിൽ ഡിമാൻഡ് ഇൻക്രീസ് ചെയ്യുമെന്ന് നമ്മൾ പറയുകയാണ്. അപ്പോൾ അതിൻ്റെ എക്സ്പെക്റ്റേഷനിൽ നമ്മൾ കുറേ കാൽക്കുലേഷൻസ് ആൻഡ് നമ്മൾ കുറേ ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഒക്കെ നടത്തി. പക്ഷെ അത് അങ്ങനെ വരുന്നില്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്താണ്? ഇറ്റ് വിൽ ബി ഗ്രേറ്റ് ലോസ് ഫോർ ദ ഇൻവെസ്റ്റർ. ഫിനാൻഷ്യൽ മാർക്കറ്റ് പോലെ തന്നെ ഫോറിൻ എക്സ്ചേഞ്ച് മാർക്കറ്റ് ഓൾസോ റിയാക്ട് ടു എനി ന്യൂസ് ദാറ്റ് മേ ഹാവ് എ ഫ്യൂച്ചർ റിട്ടേൺ. ന്യൂസ് ഓഫ് എ പൊട്ടൻഷ്യൽ സർജ് ഇൻ ഇൻഫ്ലേഷൻ ഇൻ ഇന്ത്യ മേ കോസ് കറൻസി ട്രേഡേഴ്സ് ടു സെൽ റുപ്പീസ് ആൻറ്റിസിപ്പേറ്റിംഗ് എ ഫ്യൂച്ചർ ഡിക്ലൈൻ ഇൻ റുപ്പി വാല്യൂ. അപ്പോൾ ഇവിടെ എന്തെങ്കിലും ഒരു ക്ലാഷ് വന്നു എന്നൊരു ന്യൂസ് ഇൻവെസ്റ്റേഴ്സിന് കിട്ടിയിട്ടുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യും? അത് അവർ പിന്നെ ഒരു ലാർജ് സ്കെയിൽ അല്ലെ ബൾക്കായിട്ടുള്ള ഒരു സെല്ലിങ്ങിലേക്കൊക്കെ പോകും. അപ്പോൾ അതിൻ്റെ റുപ്പീസിൻ്റെ വാല്യൂവിലേക്ക് അത് വലിയൊരു ഡിക്ലൈനിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇതെന്തായാലും എക്സ്പെക്റ്റേഷൻ ഉണ്ട്, മാർക്കറ്റിൽ എക്സ്പെക്റ്റേഷൻ ഉണ്ട്. നമുക്കറിയാം ഇത് ഫ്യൂച്ചറിസ്റ്റിക് ആണെങ്കിൽ പോലും എക്സ്പെക്റ്റേഷൻസ് ഉണ്ട്. അപ്പോൾ ആ എക്സ്പെക്റ്റേഷൻ കൂടി ഒരു ഫാക്ടറാണ് നമ്മുടെ എക്സ്ചേഞ്ച് റേറ്റിനെ നിർണ്ണയിക്കുന്നത്. നെക്സ്റ്റ് വൺ സ്പെക്കുലേഷൻസ്. ഇപ്പോൾ സ്പെക്കുലേഷൻ എന്താണ്? സ്പെക്കുലേഷനിൽ നമ്മൾ പറയുന്നത്, സ്പെക്കുലേഷൻ എന്താണെന്ന് നമുക്കറിയാം അല്ലേ. നമ്മൾ രണ്ട് മാർക്കറ്റിൽ തമ്മിലുള്ള ഡിഫറൻസിൻ്റെ ബെനിഫിറ്റ് അഡ്വാൻറ്റേജ് എടുക്കുന്നതിനാണ് നമ്മൾ സ്പെക്കുലേഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ ഷോർട്ട് റൺ ഫ്ലക്ച്വേഷൻ ഇൻ എക്സ്ചേഞ്ച് റേറ്റ്, ആ ഇതിനെയാണ് അവരെന്താണ് അഡ്വാൻറ്റേജ് ആയിട്ട് എടുക്കുന്നത്. അൺസർട്ടനിറ്റി ഇൻ ദ ഇൻ്റർനാഷണൽ മണി മാർക്കറ്റ് എൻകറേജസ് സ്പെക്കുലേറ്റേഴ്സ് ഇൻ ഫോറിൻ എക്സ്ചേഞ്ച്. അപ്പോൾ ഈ ഒരു മാർക്കറ്റിൽ അൺസർട്ടനിറ്റീസ് ഉള്ളത് കൊണ്ടാണ് സ്പെക്കുലേറ്റേഴ്സിന് ആക്ട് ചെയ്യാൻ പറ്റുന്നത്. സ്പെക്കുലേഷനും ഒരു ഫാക്ടർ തന്നെയാണ് നമ്മുടെ ഡിമാൻഡിനെയും സപ്ലൈനെയും. സ്പെക്കുലേറ്റേഴ്സ് വളരെ എഫിഷ്യൻ്റ് ആയിട്ട് കളിക്കുകയാണ്. അവരെല്ലാം ഹോൾഡ് ചെയ്ത് വെക്കുകയാണെങ്കിൽ അവിടെ ഡിമാൻഡ് കൂടും. ഡിമാൻഡ് കൂടി നിൽക്കുന്ന സമയത്ത് അവരെന്ത് ചെയ്യും? സെല്ല് ചെയ്യും. അപ്പോൾ എന്താണ്? ഡിമാൻഡ് പറ്റ കുറയും. അപ്പം സാധാരണ നോർമൽ ലോങ് ടേം ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ച് ഇതെന്താണ്? സ്പെക്കുലേഷൻസ് നെഗറ്റീവ് എഫക്റ്റാണ് ഉണ്ടാവാൻ സാധ്യത. അപ്പം സ്പെക്കുലേറ്റേഴ്സിന് അതെന്താണ്? ഫോറിൻ എക്സ്ചേഞ്ചിനെ കൺട്രോൾ ചെയ്യാനുള്ളൊരു കഴിവുണ്ട് എന്നാണ് പറയുന്നത്. ആൻഡ് നെക്സ്റ്റ് വൺ, ചേഞ്ചസ് ഇൻ ബാങ്ക് റേറ്റ്. ഇപ്പോൾ ബാങ്കും ഇതിലൊരു ആക്റ്റീവ് പാർട്ടിസിപ്പൻ്റ് ആണെന്ന് നമ്മൾ പഠിച്ചു അല്ലേ. ബാങ്ക്, സെൻട്രൽ ബാങ്കും ഉണ്ട്, അതേപോലെ കൊമേഴ്ഷ്യൽ ബാങ്ക്സും ഇതിലെ പാർട്ടിസിപ്പൻ്റ് ആണ്. അപ്പോൾ ഈ ബാങ്കിൻ്റെ റേറ്റുകൾ മാറുന്നതനുസരിച്ച് ഇതിൽ മാറ്റം വരാൻ സാധ്യതയുണ്ട്. ബാങ്ക് റേറ്റ്. ഇപ്പോൾ ബാങ്ക് റേറ്റ് റിലേറ്റീവ് ടു അനദർ കൺട്രീസ് മോർ ഫണ്ട് വിൽ ഫ്ലോ ഇൻ ടു ദ കൺട്രി ഫ്രം എബ്രോഡ് ടു ഏൺ ഹൈ ഇൻട്രസ്റ്റ് റേറ്റ്. ഓക്കെ, അപ്പോൾ ഈ റേറ്റുകൾ ഫേവറബിൾ ആണോ അൺഫേവറബിൾ ആണോ എന്നുള്ള രീതിയിൽ ഈ ഒരു
എക്സ്ചേഞ്ച് റേറ്റിൽ മാറ്റം വരാൻ സാധ്യതയുണ്ട്. ദെൻ നെക്സ്റ്റ് വൺ സ്ട്രക്ചറൽ ഇൻഫ്ലുവൻസസ്. അപ്പോൾ സ്ട്രക്ചർ എന്ന് പറയുമ്പം നമുക്കറിയാം എന്തൊക്കെ സ്ട്രക്ചേഴ്സാണ്, ടെക്നോളജിക്കൽ ഇന്നോവേഷൻസ്, അങ്ങനത്തെ സ്ട്രക്ചർ ചേഞ്ചസ് ആർ ദോസ് വിച്ച് ബ്രിങ് ചേഞ്ചസ് ഇൻ ദ കൺസ്യൂമർ ഡിമാൻഡ് ഫോർ എ കമ്മോഡിറ്റി. അപ്പം ഇത് ഫോറിൻ എക്സ്ചേഞ്ചിൽ ഉള്ളിലുള്ള കാര്യമല്ല, പുറത്തുള്ള കാര്യമാണ്. ഒരു കമ്മോഡിറ്റി കൺസ്യൂമർ മാർക്കറ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. കൺസ്യൂമേഴ്സിൻ്റെ മൈൻഡ് സെറ്റാണ് ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നത്, കൺസ്യൂമറിൻ്റെ മൈൻഡിൽ വരുന്ന മാറ്റമാണ് നമ്മളിവിടെ മനസ്സിലാക്കുന്നത്. സോ ആ ഒരു ചേഞ്ചസ് ടെക്നോളജി മാറുന്നതനുസരിച്ച് നമുക്കും അപ്ഡേഷൻസ്, കൺസ്യൂമേഴ്സിന് എന്താണ് അപ്ഡേഷൻസ് ആവശ്യമായിട്ട് വരും, അവർക്കും അത് താല്പര്യം വരും. അപ്പോൾ അതിൽ വരുമ്പം എന്താണ് നമ്മുടെ പ്രൊഡക്റ്റിൻ്റെ ഡിമാൻഡ്, അങ്ങനത്തെ നമ്മുടെ കറൻസികളുടെ ഡിമാൻഡ്, അതൊക്കെയാണ് അവിടെ ഡിസ്കസ് ചെയ്യുന്നത്. സച്ച് സ്ട്രക്ചറൽ ചേഞ്ചസ് ടെൻസ് ടു ഇൻക്രീസ് ദ ഫോറിൻ ഡിമാൻഡ് ഫോർ ഡൊമസ്റ്റിക് പ്രോഡക്റ്റ്. ഓക്കെ. Then next one is political conditions. So political condition prevailing in a country is a very important factor that determine the foreign exchange rate. So അവിടെ ഒരു സന്തുലിതമായിട്ടുള്ളൊരു അവസ്ഥ ഇല്ലെങ്കിൽ എന്താണ് അവിടെ ട്രേഡിംഗ് എന്ന് പറയുന്നത് ഇമ്പോസിബിൾ ആണ്. ഓക്കെ. സോ ദ സ്റ്റേബിൾ പൊളിറ്റിക്കൽ ഇൻഡസ്ട്രിയൽ കണ്ടീഷൻ ആൻഡ് പീസ് സെക്യൂരിറ്റി ഇൻ ദ കൺട്രി ഹാവ് ആൻ ഇമ്പോർട്ടൻറ്റ്. അത് നമുക്കറിയാവുന്ന കാര്യമാണ് അല്ലേ. വാർ നടക്കുന്ന ഒരു കൺട്രിയിൽ ഫോറിൻ എക്സ്ചേഞ്ച് ട്രാൻസാക്ഷൻ നടക്കുമോ? ഇല്ല. അപ്പം അവിടെ എന്തെങ്കിലും രീതിയിലുള്ള പൊളിറ്റിക്കൽ സ്ട്രൈക്സ്, റൈറ്റ്സ്, വാർസ് അങ്ങനത്തെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഫങ്ഷനിങ് പറ്റില്ല ഫോറിൻ എക്സ്ചേഞ്ചിന് എന്നാണ് പറയുന്നത്. ദെൻ നെക്സ്റ്റ് വൺ ഇസ് ബാങ്കിങ് ഓപ്പറേഷൻസ്. നമ്മൾ നേരത്തെ ബാങ്ക് റേറ്റ് പറഞ്ഞു. ബാങ്ക് റേറ്റ് എന്ന് പറഞ്ഞാൽ അതിൽ മാത്രം നമ്മൾ സ്പെസിഫൈ ചെയ്ത് പറയുകയാണ് ബാങ്കിൻ്റെ ആ ഒരു റേറ്റ്, ക്രെഡിറ്റ് റേറ്റിൻ്റെ റേറ്റ്, ആ റേറ്റാണ് പറഞ്ഞത്. ഇപ്പം ബാങ്കിങ് ഓപ്പറേഷൻ എന്ന് പറയുമ്പം മറ്റ് കാര്യങ്ങളൊക്കെ ബാങ്ക് പ്രൊവൈഡ് ചെയ്യുന്ന ബിൽ ഓഫ് എക്സ്ചേഞ്ച് ഉണ്ട്, ഡ്രാഫ്റ്റുകളുണ്ട്, ലെറ്റർ ഓഫ് ക്രെഡിറ്റ്, അങ്ങനത്തെ ബാങ്ക് ഇങ്ങനത്തെ ഇൻ്റർനാഷണൽ ഇൻവെസ്റ്റ്മെൻറ്റുകളെയും ട്രാൻസാക്ഷനുകളെയും ഒക്കെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി കുറേ എന്താണ് ഇതൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കുറേ ഇൻസ്ട്രുമെൻറ്റ്സ്, ദാറ്റ് ഇസ് മണി മാർക്കറ്റ് ഇൻസ്ട്രുമെൻറ്റ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു കാര്യമാണ് നമ്മൾ ഓപ്പറേഷൻസിലെ ഫാക്ടറായിട്ട് പറയുന്നത്. അപ്പോൾ എ ലാർജ് ഇഷ്യൂ ഓഫ് ബാങ്ക് ഡ്രാഫ്റ്റ് ഓർ ലെറ്റർ ഓഫ് ക്രെഡിറ്റ് ഓൺ ഫോറിൻ ബാങ്ക് കോസസ് ആൻ ഇൻക്രീസ് ഇൻ ഡിമാൻഡ് ഫോർ ഫോറിൻ കറൻസി. അപ്പം ബാങ്കുകൾ തീരുമാനിക്കുകയാണ് നമ്മൾ കൂടുതലും എന്താണ് ബാങ്ക് ഡ്രാഫ്റ്റ് കൊടുക്കുന്നത് ഫോറിൻ എക്സ്ചേഞ്ചിന് വേണ്ടിയിട്ടാണ്. നമ്മൾ കൂടുതൽ ബാങ്ക് ഡ്രാഫ്റ്റ് ആൻഡ് കറൻസി ലെറ്റർ ഓഫ് ക്രെഡിറ്റ് ഒക്കെ ഇവർക്ക് ഫോറിൻ എക്സ്ചേഞ്ച് ട്രാൻസാക്ഷൻസ് ആണ് കൊടുക്കുന്നതെന്ന് ബാങ്കിൻ്റെ ഒരു പോളിസി വരികയാണെങ്കിൽ എന്താണ് കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ്റ് അതിൽ വരും. ഇപ്പം നമ്മുടെ ഇവിടെയൊക്കെ അങ്ങനെ അധികം അത് ബാങ്കുകൾ പ്രൊമോട്ട് ചെയ്യാത്തതുകൊണ്ടാണ് ഫോറിൻ എക്സ്ചേഞ്ച് ഇൻവെസ്റ്റ്മെൻറ്റുകൾ കുറയുന്നത്. സോ ബാങ്ക് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഫോറിൻ എക്സ്ചേഞ്ചിൻ്റെ ഡിമാൻഡ് കൂട്ടാൻ പറ്റുമെന്നാണ് പറയുന്നത്. ദെൻ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആക്ടിവിറ്റീസ്. സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഇസ് ആൻ ഇമ്പോർട്ടൻറ്റ് പാർട്ട് ഓഫ് ഫോറിൻ എക്സ്ചേഞ്ച് അല്ലേ, നമുക്കറിയാം. അപ്പോൾ അതിൽ എന്താണ് ഇതിൻ്റെ സെയിൽ ആൻഡ് പർച്ചേസ് ഓഫ് ഫോറിൻ സെക്യൂരിറ്റീസ്, ഡിബഞ്ചേഴ്സ്, സ്റ്റോക്സ്, ഷെയർസ് എക്സെട്ര. അപ്പോൾ അതൊക്കെ എന്തായാലും എന്തിനെ ഇൻഫ്ലുവൻസ് ചെയ്യും, നമ്മുടെ ഫോറിൻ എക്സ്ചേഞ്ചിന് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഘടകങ്ങളാണ്. ദെൻ കറൻസി ആൻഡ് ക്രെഡിറ്റ് കണ്ടീഷൻസ്. അപ്പം ഇവിടെ എന്താ പറയുന്നത്, ഒരു സ്റ്റഡി ഇൻക്രീസ് ഒരു കൺട്രിയിൽ ഉണ്ടെങ്കിൽ ദാറ്റ് ഇസ് നോട്ട് ജസ്റ്റിഫൈഡ് ബൈ ദ സ്റ്റേറ്റ് ഓഫ് ഇൻറ്റേർണൽ ട്രേഡ്. ഇറ്റ് ഇസ് അസ്യൂംഡ് ദാറ്റ് ദ പർച്ചേസിംഗ് പവർ ഓഫ് ദ കറൻസി ഈസ് ഫോളോയിങ് ഓർ ദ ഇൻറ്റേർണൽ പ്രൈസ് ലെവൽ ഈസ് റൈസിങ് എന്നാണ് പറയുന്നത്. ഓക്കെ. അപ്പോൾ ഇവിടെ ഒരു ക്രെഡിറ്റ് കണ്ടീഷൻ, കറൻസിയുടെ ക്രെഡിറ്റ് കണ്ടീഷൻ എന്ന് പറയുന്നത് കൺട്രോൾ ചെയ്യുന്ന ആരാണ്, മാർക്കറ്റ് ഉണ്ട്, അതേപോലെ തന്നെ അതിൻ്റെ കൺട്രോളിങ് അതോറിറ്റി ഗവൺമെൻറ് ഉണ്ട്, കുറേ ഫാക്ടേഴ്സ് ഉണ്ട് ഇത് കൺട്രോൾ ചെയ്യുന്നത്. അപ്പോൾ അതൊരു സ്റ്റഡി ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താണ് അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് ഇൻറ്റേർണൽ പ്രൈസ് ലെവൽ റൈസ് ചെയ്യുന്നുണ്ട് എന്നല്ല, അല്ലെങ്കിൽ പർച്ചേസിങ് പവർ എന്താണ് ഡിക്രീസ് ചെയ്യുന്നുണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം. ആൻഡ് ദിസ് വിൽ ഹാവ് ആൻ അഡ്വേഴ്സ് ഇഫക്റ്റ് ഓഫ് ദ എക്സ്പോർട്ട് ഓഫ് ട്രേഡ്. ദ ഡിമാൻഡ് ഫോർ ദ കൺട്രീസ് കറൻസി വിൽ ബി റെഡ്യൂസ്ഡ് ഓൺ ദ എമൗണ്ട് ഓഫ് ഡിക്രീസ്ഡ് എക്സ്പോർട്ട്. സോ ക്രെഡിറ്റ് എന്ന് പറയുന്ന ക്രെഡിറ്റ് കണ്ടീഷൻ ഓഫ് എ കറൻസി ഷുഡ് ബി മെയിൻറ്റെയിൻഡ്, സ്റ്റേബിൾ ആയിരിക്കണം, എങ്കിലാണ് നമുക്കതിൻ്റെ ട്രാൻസാക്ഷൻ എക്സ്പോർട്ടിൽ നിന്നും ഫോറിൻ എക്സ്ചേഞ്ചിന് നമുക്ക് ബെനിഫിറ്റ് വരുന്നത് എപ്പോഴാണ്, ഫോറിൻ എക്സ്ചേഞ്ചിന് ബെനിഫിറ്റ് വരുമ്പം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത കറൻസിക്ക് കൂടുതൽ റിട്ടേൺ കിട്ടുമ്പോഴാണ് നമുക്ക് ബെനിഫിറ്റ് വരുന്നത്. സോ ക്രെഡിറ്റ് ഫങ്ഷൻ എന്ന് പറയുന്നത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടർ തന്നെയാണ് ഇതിനെ എഫക്റ്റ് ചെയ്യുന്നത്. ദെൻ നാഷണൽ ബഡ്ജറ്ററി ഇൻഫ്ലുവൻസ്, ലാസ്റ്റ് വൺ ആണ് നാഷണൽ ബഡ്ജറ്ററി ഇൻഫ്ലുവൻസ്. അപ്പോൾ ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ പ്രിപ്പയർഡ്
ഡീറ്റെയിൽഡ് ആയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ് ഫോർ ദ ഫ്യൂച്ചർ വെൽബീയിങ് ഓഫ് എ കൺട്രി, കമ്പനി, എനിത്തിങ് എൽസ്. ബഡ്ജറ്റിന് നമുക്കങ്ങനെ ഒരു ഡെഫിനേഷനൊന്നുമില്ല. നമ്മൾ പ്രീ പ്ലാൻഡ് ആയിട്ട് ഫോർ എ ഫ്യൂച്ചർ പീരീഡിലേക്ക് നമ്മൾ ആൻറ്റിസിപ്പേറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ബഡ്ജറ്റ് എന്ന് പറയുന്നത്. സോ ഇറ്റ്സ് എ ബാലൻസ്ഡ് ബഡ്ജറ്റ്. ദെയർ വിൽ ബി നോ നീഡ് ടു ഹാവ് എനി അഡീഷണൽ ടാക്സേഷൻ. ഇപ്പോൾ ബഡ്ജറ്ററി ഇൻ നാഷണൽ ബഡ്ജറ്റ് എന്ന് പറയുന്നത് എന്താണ്, ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. ഓക്കെ, overhead cost of production and increased national savings. So on the other hand, if the country is spending more than its income, an additional taxation will have to be made. നമുക്ക് BOP ഒക്കെ ആയിട്ട് റിലേറ്റ് ചെയ്തതിനെ പറയാം അല്ലേ, ബാലൻസ് ഓഫ് പേയ്മെൻറ്റ്. അപ്പോൾ ഇവിടെ നമ്മൾ പറയുന്ന ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് നമ്മൾ ബ്ലൈൻഡ്ലി പറയുകയാണെങ്കിൽ എക്സ്പോർട്ട് ആൻഡ് ഇമ്പോർട്ടിലുള്ള ഡിഫറൻസിനെയാണ് നമ്മൾ BOP എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നാഷണൽ സേവിങ്സിന് ഇമ്പോർട്ടൻസ് കൊടുക്കണമെങ്കിൽ നമുക്ക് എന്താണ്, ഇൻകം കൂടണം, എക്സ്പെൻസ് കുറയണം. അപ്പം അതിൻ്റെ ബഡ്ജറ്ററി, നാഷണൽ ബഡ്ജറ്ററിയിൽ ഇൻഫ്ലുവൻസ്. അപ്പം ബഡ്ജറ്റിൽ അവരിങ്ങനെ തീരുമാനിക്കുവാണ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കണ്ട. അങ്ങനെ ചിന്തിക്കുകയാണെങ്കിൽ എന്താണ്, ഓട്ടോമാറ്റിക്കലി അതെന്താണ്, അവിടെ ഒരു ഡിക്രീസ് ഇൻ ഡിമാൻഡ് വരാൻ സാധ്യതയുണ്ട്. ദർ ആർ സോ മെനി ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് foreign exchange of a country. But nowadays I think it's ഗവൺമെൻറ് എന്താണ് കൂടുതലും ഈ ഫോറിൻ എക്സ്ചേഞ്ചിനെ പ്രൊമോട്ട് ചെയ്യാനാണ് ശ്രമിക്കുന്നത് കൂടുതൽ. കാരണം അത് നല്ല റിട്ടേൺ കിട്ടുന്ന ഒരു കാര്യമാണ്. പക്ഷേ എങ്ങാനും ഒരു ചെറിയൊരു ഫാക്ടർ വല്ലാതെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ കൊറോണ എന്ന് പറയുന്ന ആ ഫാക്ടർ വന്നപ്പം എല്ലാം ഡിക്ലൈൻ ചെയ്തു. എല്ലാ ഫോറിനും നമ്മുടെ റുപ്പീൻ്റെയൊക്കെ മൂല്യം വളരെ കുറഞ്ഞായിരുന്നു. അപ്പം അങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന പെട്ടെന്ന് റിസൾട്ട്, പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് റിസൾട്ട് എന്താണ്, പെട്ടെന്നാണ് സംഭവിക്കുന്നത്.